ഇന്ത്യ രണ്ടാം ടെസ്റ്റ് എഡ്ജ്ബാസ്റ്റനിൽ കളിക്കുമ്പോൾ എല്ലാം എതിരായിരുന്നു. കാരണം 18 മത്സരങ്ങൾ ഇതിനു മുമ്പായിട്ട് അവിടെ കളിച്ചിട്ടുണ്ട്. ഒരു കളി പോലും ജയിക്കാൻ സാധിച്ചില്ല. 1986 ഒരു സമനില മാത്രമാണ് ആകെ നേട്ടമെന്ന് പറയാൻ കഴിയുന്നത്. പിന്നെ സച്ചിന് ശേഷം ഇന്ത്യ ഒരാളെ മാത്രം ആശ്രയിച്ചിങ്ങനെ കഴിയുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഇപ്പോഴാണ്. ജസ്പ്രീത് ബുംറ രണ്ടാം ടെസ്റ്റിനില്ല, വിശ്രമം. പിന്നെ കഴിഞ്ഞ കളിയിൽ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ടാർഗറ്റ് 372 റൺസ് ഇംഗ്ലണ്ടിന് കൊടുത്തിട്ടും ബോളർമാരെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് ഈസിയായിട്ട് അവർ ജയിച്ചു. അപ്പോൾ ഇതുകൊണ്ടെല്ലാം ഒരു ഭീതിയോടുകൂടിയാണ് ഗില്ലും പിള്ളേരും എഡ്ജ്ബാസ്റ്റനിൽ ഇറങ്ങിയത്. പക്ഷേ ചരിത്രം അവിടെ വഴിമാറി. ഇന്ത്യയുടെ പ്രഗത്ഭ ക്യാപ്റ്റന്മാർക്ക് ഒന്നും കഴിയാതിരുന്ന എഡ്ജ്ബാസ്റ്റനിലെ വിജയം ഗില്ല് അങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ് 19ാമത്തെ മത്സരത്തിൽ. കൂടാതെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന രണ്ടാമത്തെ കളിക്കാരനായി നമ്മുടെ ക്യാപ്റ്റൻ ഗിൽ 430 റൺസാണ് ഈ ഒരു ടെസ്റ്റിന് മാത്രം അദ്ദേഹം അടിച്ചു കൂട്ടിയത്. ഒരു സീരീസിൽ തന്നെ പലരും ഇത്ര റൺസ് എടുക്കുന്നില്ല. അപ്പോഴാണ് ഒരു ടെസ്റ്റിൽ പിന്നെ ജസ്പ്രീത് ബുംറയാണ് എല്ലാം എന്ന് ഓർത്തുകൊണ്ടിരുന്നത് നമുക്ക് ഇതാ മറ്റൊരു മുത്തുമണിയെ കിട്ടിയിരിക്കുകയാണ്. ആകാശ് ദീപ് എല്ലാം കിടിലൻ ബോളിംഗ് ആയിരുന്നു. വാലറ്റത്തിനെ ഒക്കെ ഔട്ടാക്കി വിക്കറ്റിലാടി കൂട്ടാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ പ്രഗത്ഭരായ മിന്നും താരങ്ങളെ ക്ലീൻ ബൗൾഡ് ആക്കിക്കൊണ്ടാണ് ആകാശ് ദീപ് ഈ വരവ് അറിയിച്ചിരിക്കുന്നത്. ബെൻഡക്കറ്റിനെ, ഓലിപോപ്പിനെ, ജോ റൂട്ടിനെയൊക്കെ തീർത്തില്ലേ. അതാണ് ഈ മത്സരം നമ്മുടെ കയ്യിലെത്തിക്കാനായിട്ട് സാധിച്ചത്. അത് ഒരു വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ്. അടുത്ത ടെസ്റ്റ് ഉടനെ തന്നെ, അധികം വിശ്രമമില്ല, 9ാം തീയതി തന്നെ ലോർഡ്സിൽ തുടങ്ങിയാണ്. ഈ കളി ജയിച്ചതിനേക്കാൾ ഉപരി ഏറ്റവും വലിയൊരു സമാധാനം തരുന്ന ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ടെസ്റ്റിൽ പ്രസീദ് കൃഷ്ണ കാണത്തില്ല. കാരണം ജസ്പ്രീത് ബുംറ വരുമ്പോൾ ഒഴിഞ്ഞു കൊടുക്കണ്ടേ, അതുകൊണ്ട് അദ്ദേഹം ഉണ്ടാവില്ല. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുമോ, വാഷിംഗ്ടൺ സുന്ദറിന് പകരം വേറെ ആരെങ്കിലുമൊക്കെ ഇറക്കുമോ, കണ്ടറിയണം. ഇറക്കിയാൽ നന്നായിരുന്നു. ഈ ആദ്യ ടെസ്റ്റിൽ പ്രസീദ് കൃഷ്ണയ്ക്കും ഷാർദുൽ ഠാക്കൂറിനും ഒക്കെ വേണ്ടിയിട്ട് ബെഞ്ചിലിരുത്തിയ ആളാണ് ആകാശ് ദീപ്. ഒരു അവസരം കിട്ടി, ചെക്കൻ കയറി പൊളിച്ചു. അതേപോലെ മറ്റൊരാൾ കൂടി ഇരിപ്പുണ്ട്, ഹർഷദീപ് സിംഗ്. അവനൊരു അവസരം കൊടുത്താൽ ഇതുപോലെ തന്നെ തിളങ്ങുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്ത് തന്നെയായാലും വലിയൊരു വിജയം, ആത്മവിശ്വാസം തരുന്നൊരു വിജയം. ഗില്ലും പിള്ളേരും ഇതാ പുതിയൊരു യുഗവുമായി എത്തുകയാണ്.